ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടൂസ് ടോക്കിലേക്ക് സ്വാഗതം. ദേവര മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അതിന്റെ ടീസർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനകത്ത് സോങ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ അതിന്റെ ആ 2 സോങ്ങും ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ടീസറും ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചൊരു ടീസർ എന്ന് വെച്ചാൽ വിഷ്വലി ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് കാണിച്ചത്. കൂടുതലും എനിക്കൊന്ന് ആ കടലിനകത്തുള്ള കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലായിട്ടാണ് ഈ ഒരു സിനിമ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ജൂനിയർ NTR, പിന്നെ അതുപോലെ തന്നെ സൈഫ് അലി ഖാൻ, ജാൻവി കപൂർ, അങ്ങനെ നല്ല കുറച്ച് കാസ്റ്റിംഗും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതിന്റെ ടീച്ചറിനൊക്കെ പറഞ്ഞായിരുന്നു ട്രെയിലർ കണ്ടാലേ കൂടുതൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ടീച്ചറിനകത്ത് തന്നെ വിഷ്വലി ഭയങ്കര വരുന്നത്, അപ്പം റിച്ച് ആണെന്ന് തന്നെ പറയായിരുന്നു. അപ്പൊ ഇതിനകത്തും അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കറിയാലോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗും. ഈ ജൂനിയർ NTRന് ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ആരാധകരാണ് ഇപ്പൊ ജനതാ ഗ്യാരേജ് പടത്തിന് ശേഷം. അപ്പൊ എനിക്കൊന്ന് അതിന്റെ ഡയറക്ടർ തന്നെ കൊട്ടാര ശിവനാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. അപ്പൊ അതുവരെ നമുക്ക് ഭയങ്കര പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ഞാൻ ഇന്നലെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു ജോഗിലമ്മ. ഈ സമുദ്രം രക്തം കലർന്ന് ചെങ്കടലായി മാറിയെന്ന അതിന് കാരണം ഞാനും എന്റെ ഈ കൈകളുമാണെന്ന്. കടലിനകത്ത് വിഷ്വൽ തന്നെയാണ് ഭയങ്കര. ഭയമില്ലാതാക്കാൻ ദൈവത്തിന്റെ കഥ കേൾക്കാറില്ലേ? എന്നാൽ ഭയം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദേവരയുടെ കഥ കേൾക്കണം. അപ്പന്റെ മോന്റെയും കഥയല്ലേ? സമുദ്രത്തിൽ ഒരു ദേവര ഉണ്ടായാൽ മതി. ഇനി ഒരു ദേവരയും മലയിലുണ്ടാക്കിയാൽ നിനക്കത് ഗുണം ചെയ്യില്ല മൈറ. അവനിൽ എന്തോ ഉണ്ട്. കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയാവുന്നല്ലേ. വരാനിരിക്കുന്നത് പരീക്ഷണ കാലമാണ് ദേവര. എല്ലാവരെയും വിശ്വസിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. ദേവര പറയുന്നത് അത് പാലിക്കാനാ. കടലിനകത്ത് ഇത് അച്ഛൻ അമ്പത് കളത്തിൽ ദേവര പറയുന്നത് അത് പാലിക്കാനാ. പാർട്ട് 1. നമ്മൾ ഇത് ആദ്യം മുതലേ പറഞ്ഞു, ഇതിനകത്ത് വിഷ്വല് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ആ കടൽ സീക്വൻസ് ഒക്കെ കാണിക്കുന്നത് കിടിലൻ സംഭവമാണ്. പിന്നെ കടലിനെ മാത്രം പറഞ്ഞാൽ വെള്ളത്തിനടിയിലെ കുറെ സംഭവങ്ങളും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ട്രെയിലറിനകത്ത് എനിക്കൊന്ന് ടീച്ചറിനെക്കാട്ടി കൂടുതൽ ട്രെയിലറിനകത്ത് വെള്ളത്തിനകത്ത് കുറച്ച് വിഷ്വൽസും സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അത് സൂപ്പർ എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കറിയാം ഇപ്പം അച്ഛന്റെയും മകന്റെയും കഥാപാത്രം കാണിക്കുന്നത്. അപ്പം മ്യൂസിക്കും കിട്ടിലാണ് ഇതിനകത്ത് അടിപൊളി ഒരു ബീറ്റ്, അവസാനം ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ആന്ധ്രയിലേക്ക് നമ്മളിപ്പോ ഈ ഡപ്പാങ്കുത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ടൈപ്പ് മ്യൂസിക് ഉണ്ട്. അതിപ്പോ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേൾക്കാൻ. പിന്നെ അതിനകത്ത് തന്നെ ആ ഒരു അതിനകത്ത് തന്നെ എല്ലാ ഇമോഷൻസും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഫൈറ്റ് കാണിക്കുന്നുണ്ട്, ആ ഫ്രണ്ട്ഷിപ്പിന്റെ കാണിക്കുന്നുണ്ട്, പിന്നെ ചതിയുടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് സൈഫ് അലി ഖാനും അപ്പനും ഇപ്പൊ NTRന്റെ അപ്പനായിട്ട് എന്ന് വെച്ചാല് ദേവര, അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും പിന്നെ ചതിയൊക്കെയാണ് തോന്നിയ സിനിമ. എനിക്കൊന്ന് സ്റ്റോറിയൊക്കെ എനിക്കൊന്ന് ചിലപ്പം അവിടെ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ മാസപടമായതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന ഇതിന്റെ വിഷ്വൽ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ചെറിയൊരു സ്ക്രീനിൽ കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കോരിത്തിരിക്കുന്ന സീൻസ് ഒക്കെ ആയിരിക്കുന്നത്. അപ്പം അതൊരു വലിയ സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ലെവൽ തന്നെ ആയിരിക്കും. ഇല്ല 3D അല്ല, പക്ഷെ 3D ആക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റ് ഷോട്ട് തന്നെ കടലിൽ ചോരയായിട്ട് നിന്നിട്ട് ഇങ്ങനെ തിര അടിക്കുന്ന സീൻ തന്നെ അവിടെ മുതൽ വിഷ്വൽ ഭയങ്കരമായിട്ടാണ് കാണിക്കുന്നത്. അത് രസമുണ്ട് കാണാൻ. അപ്പൊ എന്തുവായാലും നല്ലൊരു ചിത്രം, നമുക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ ഒരു സിനിമ. അപ്പം നല്ലൊരു ടീസറും ഇഷ്ടപ്പെട്ട്, സോങ് ഇഷ്ടപ്പെട്ട്, എല്ലാം ഇതിനകത്ത് നമുക്ക് കാണുന്ന ഓരോരോ അപ്ഡേഷൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കേരളത്തിലും ഹിറ്റ് അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.